ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു. 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി. അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല. അതേപോലെ ഇതിലിപ്പോൾ ഷെറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ പാർട്ടീനൊന്നും ഞാൻ ഇടപെടുത്തില്ല. കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തെണ്ടിത്തരമൊക്കെ നടക്കുന്നത്. പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പം മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത്. ഈ ഷെറിൻ അവിടെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാമായിട്ട് ഉദ്യോഗസ്ഥരെല്ലാവരുമായിട്ടില്ല, DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ്. വിവരാവകാശം വെച്ചതിന് അന്ന് ഞാൻ പരാതി 10 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്ക് അവരുടെ പൈസ വേണ്ട. കാരണം ഇപ്പോൾ ഷെറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട്. ഷെറിൻ്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട, ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അനുശാന്തി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, സുപ്രീം കോടതി ജാമ്യത്തിൽ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട. കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയ എന്നിട്ട് അസുഖം വന്നിട്ട് കാഴ്ചശക്തി കുറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിനെ സമീപിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 19 വർഷത്തെ തടവുകാരി ബിനിതാകുമാരി, അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസർളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം തടവുകാരെ കാര്യങ്ങളൊന്നും അവരില്ല. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷേ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് 19-20 വർഷം തടവുകാരായിട്ട് അവരവർക്ക് എടുക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത, ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം. എട്ടക്കുളങ്ങര ജയിലിൽ മാത്രമാണോ ഇത്രയും ഒരു ഇങ്ങനത്തെ സ്വാധീനങ്ങൾ? അതെ എൻ്റെ അറിവിൽ എട്ടക്കുളങ്ങര മാത്രമല്ല. അപ്പോൾ DIG-യുടെ അണ്ടറിൽ വരും. ഇപ്പോൾ പ്രദീപ് സാർ അവിടെ ഇല്ല. ഇപ്പോൾ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന ഏതോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത്, എവിടെയോ ജോലി ചെയ്യുന്ന ആൾ. കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ അവിടുത്തെ ഈ പ്രദീപ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണോ അതോ അവിടുത്തെ ജയിലിലെ മറ്റ് ഉദ്യോഗസ്ഥർ? ഇല്ല, ഈ വനിതാ ജയിലിൽ ഉണ്ട്. ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഇപ്പോൾ DIG പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ. പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീവിന്നോ നസീറ ബീഗം എന്നാണ് സൂപ്രണ്ടിൻ്റെ പേര്. പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻ കുമാരി, സരസ്വതി, ഇവർക്കൊക്കെയാണ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയത് ഞാൻ പരാതിപ്പെട്ടിട്ട്. ഇവരൊക്കെ പൈസയാണോ വാങ്ങിയിട്ടുള്ളത്? പൈസ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്.